ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെഡിയാക്കിയാലോ? നല്ല ടേസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായും ഇത് ഉണ്ടാക്കിയിട്ട് തന്നെ നോക്കണം. വളരെ എളുപ്പത്തിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോ എന്താണെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് മൈദപ്പൊടി, ഈ കപ്പിന് ഞാനിപ്പോൾ 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ളത് 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ്. ഏത് കപ്പിനാണ് മൈദ എടുത്തിട്ട് അതിൻ്റെ നേരെ പകുതി തേങ്ങ ചിരകിയത് എടുത്താൽ മതി. ഇനി നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര, അതായത് 4 ടേബിൾ സ്പൂണ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്, ഇട്ടിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ താഴെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. അതിനുശേഷം നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഉപ്പും പഞ്ചസാരയും നാളികേരവും പൊടിയൊക്കെ എല്ലാം മിക്സ് ആയതിനു ശേഷം നമുക്കിനി ആവശ്യമുള്ളത്, ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് പൈനാപ്പിൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 5-6 പീസ് വരും. ഇനി നമുക്ക് ഇതിനൊന്ന് അരച്ചെടുക്കണം. വെള്ളമില്ലാതെ നല്ല കട്ടി പേസ്റ്റിലായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അങ്ങനെ ഞാൻ അരച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് വീണ്ടും ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഇതേ കപ്പിൽ തന്നെ. എന്നിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നല്ല നൈസായിട്ട് ഒന്ന് കലക്കിയെടുക്കാം. ഇപ്പോൾ നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് വീണ്ടും ഒരു 1/2 കപ്പ് കൂടി തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് വെള്ളമായിട്ടുണ്ട് ടോട്ടല്. ഇതേ രീതിയിൽ നല്ലോണം ഒന്ന് കലക്കിയെടുക്കണം. കലക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂണ് അരിപ്പൊടി ഉണ്ടല്ലോ, അത് ചേർക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ വേണം ശ്രദ്ധിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കാനായിട്ട്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ റെസിപ്പി ഇഷ്ടപ്പെട്ടില്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കലക്കിയതിന് നമുക്കൊരു സമയമുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നിങ്ങളുടെ കയ്യിൽ സമയം ഒട്ടും ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റോളം മതി റെസ്റ്റ് ചെയ്യാനായിട്ട്. മൂടി വെച്ചിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണെന്ന് നോക്കാം. നമുക്ക് ഓയിൽ നല്ലവണ്ണം ഒന്ന് ചൂടാക്കണം. ഇപ്പോൾ ഞാൻ കോക്കനട്ട് ഓയിലാണ്. തവി വീതം ഇങ്ങനെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇത് റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം കൂടി ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ അതാ ഞാൻ അങ്ങനെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. നമുക്ക് ഉണ്ടാക്കി കഴിച്ചാലേ ഇതിൻ്റെ ടേസ്റ്റൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് തരാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കൂട്ടുകാരെ.